ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോബ്ലിറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഡോമിനാറിന്റെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ടോപ്പ് 5 കോമൺ ഇഷ്യൂസിന്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അടിയിൽ വന്ന ഏറ്റവും കൂടുതൽ കമന്റ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ്സ് മാത്രമേ ഉള്ളൂ, ഇത്ര ഇഷ്യൂസ് ഉള്ള വണ്ടിയോ എന്നൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു പോസിറ്റീവ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അത് വണ്ടി എടുക്കാൻ പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ പ്യുവർലി യൂട്ടിലിറ്റി ബേസിലായിരിക്കും. അതായത് നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചായിരിക്കും. അല്ലാണ്ട് വണ്ടിയുടെ പവറും ലുക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എസ്തെറ്റിക് വൈസ് ഒന്നും നമ്മൾ പറയുന്നില്ല. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ലോങ് ടേം റിവ്യൂയുടെ വീഡിയോ വരുന്നുണ്ടാവും, അതിൻ്റെ അത് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് മിസ്സാവാതിരിക്കാനായിട്ട് സ്റ്റേ ട്യൂൺ. നമ്മുടെ ചാനൽ ജേർണി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മാസത്തോളം പിന്നിട്ടു. അപ്പോഴത്തേക്കും നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇനി നമ്മുടെ ടാർഗറ്റ് 1K ആണ്. അപ്പോൾ വീഡിയോ കാണുന്ന 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞങ്ങളിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് ഇനിയും നമുക്ക് പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഒന്നാമത്തെ പോസിറ്റീവ് ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഈ കാണുന്ന മാസീവ് പ്രൊജക്ട് LED സെറ്റപ്പാണ് വണ്ടിയിൽ നമുക്ക് വരുന്നത്. ഒരു 36 LED യൂണിറ്റിൻ്റെ ഒരു കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരുപാട് റിഫ്ലക്റ്റേഴ്സും രണ്ട് രീതിയിലുള്ള മോഡ്സൊക്കെ ആയിട്ട്, ഒരു പൈലറ്റ് മോഡ് പിന്നെ ഒരു നോർമൽ മോഡ്, അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലാണ് വരുന്നത്. ഈ നടുക്കത്തെ പോർഷനാണ് DRS ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കി സൈഡിൽ രണ്ട് ഈ 7 ഇൻവേർട്ടഡ് 7 ആൻഡ് 7 ഷേപ്പിൽ വരുന്നത് ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആയിട്ടും വരും. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള നമുക്ക് ത്രോയും വിസിബിലിറ്റിയും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തരുന്നുണ്ട്. അതെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഡോമിനാറിൽ. അത് കഴിഞ്ഞ് എനിക്ക് രണ്ടാമത്തെ ഒരു പോസിറ്റീവ് ഫീച്ചറായിട്ട് തോന്നിയത് വണ്ടിയുടെ മീറ്റർ സെറ്റപ്പ് തന്നെയാണ്. ഈ വണ്ടി വരുന്നത് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു മീറ്റർ സെറ്റപ്പാണ്. ഒരു പ്രൈമറി മീറ്ററും വരുന്നുണ്ട്, സെക്കൻഡറി മീറ്ററും വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ ടൈപ്പ് വാർണിങ്സും ഫീച്ചേഴ്സും എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രൈമറി മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ എൻജിൻ കിൽ സ്വിച്ച് ഓൺ ആയതുകൊണ്ട് നമുക്കതിൻ്റെ വാർണിംഗ് കാണുന്ന കാണാം. ഒരു വാർണിംഗ് ലൈറ്റും കൂടെ നമുക്ക് താഴെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ABSൻ്റെ വാർണിംഗ് ഉണ്ട്, പിന്നെ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ, ഹൈ ബീം, എല്ലാത്തിൻ്റെയും വാർണിംഗ് നമുക്ക് ഈ സെക്കൻഡറി യൂണിറ്റ് സെറ്റപ്പിൽ തന്നെ നമുക്ക് വിസിബിൾ ആണ്. വാർണിംഗ് ലൈറ്റ്സ് ആയിട്ട് തന്നെ, അല്ലാണ്ട് നമുക്കിവിടെ എഴുതിയും കാണിക്കും. പിന്നെ ഇതിനകത്ത് എന്തൊക്കെ എഴുതി കാണിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കൂളൻ ലെവൽ ഹൈ ആയി, അങ്ങനെയാണ് നമുക്ക് ഹൈ കൂളൻ ലെവൽ ടെമ്പറേച്ചർ എന്ന് കാണിക്കും. പിന്നെ ലോ ഓയിൽ പ്രഷറിൻ്റെ കാണിക്കും, ലോ ഫ്യൂവൽ ലെവൽ കാണിക്കും. ഒരു കട്ടയിലേക്ക് നമ്മുടെ ഫ്യൂവൽ ലെവൽ താന്നു കഴിഞ്ഞാൽ റീഫ്യൂവൽ എന്നുള്ളത് കാണിക്കും. പിന്നെ അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് വാർണിംഗ് മെസ്സേജുകൾ നമുക്ക് റിട്ടേൺ ആയിട്ട് തന്നെ ഈ മീറ്ററിൽ കാണാം. ഇതിനാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇത് നൈറ്റ് ആകുമ്പോഴത്തേക്കും നൈറ്റ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ഈ LCD സെറ്റപ്പ് മാറും. അപ്പോൾ അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ടണലിലൊക്കെ കയറുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെക്കൻഡറി യൂണിറ്റ് ഉണ്ട് ഇവിടെ. ഇതിനകത്ത് നമുക്കൊരു ഡിജിറ്റൽ ടൈം കാണാം, ഓഡോമീറ്റർ കാണാം, പിന്നെ നമുക്ക് ട്രിപ്പ് 1 കാണാം. അതിൻ്റെ അകത്ത് ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രൈമറി മീറ്ററിനകത്ത് ഡൈനാമിക് FC, ഇപ്പോൾ നമുക്ക് കറണ്ടായിട്ട് എന്ത് മൈലേജാണ് കിട്ടുന്നതെന്ന് നമുക്ക് ഇതിൽ കാണാം. അത് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നോർമൽ ഗിയറിൻ്റെ പൊസിഷനും ഇവിടെ നമുക്കൊരു ഡിജിറ്റൽ ടൈം കിട്ടും. പിന്നെ നമുക്ക് സർവീസ് റിമൈൻഡർ ഉണ്ട്, ഇനി എത്ര കിലോമീറ്റർ ആണ് നെക്സ്റ്റ് സർവീസിലേക്കുള്ളതെന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ താഴെ അത് മാറ്റി ട്രിപ്പ് 1ലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ആവറേജ് ഫ്യൂവൽ കൺസപ്ഷൻ കാണാം, ആവറേജ് ട്രിപ്പ് സ്പീഡ് കാണാം, അതായത് ആ ട്രിപ്പിലത്തെ നമ്മുടെ ആവറേജ് സ്പീഡ് എന്തായിരുന്നു, പിന്നെ ട്രിപ്പ് ടൈം കാണാം, പിന്നെ ഇപ്പോഴത്തെ ടാങ്ക് റേഞ്ച്, ഇപ്പോൾ നമുക്കുള്ള ഫ്യൂവലിൻ്റെ അകത്ത് എത്ര കിലോമീറ്ററും കൂടെ വണ്ടി ഓടുമെന്ന് കാണാം. അതേ ഇൻഫർമേഷൻ തന്നെ നമുക്ക് ട്രിപ്പ് 2ലും കാണാം. അപ്പോൾ നമുക്ക് 2 ട്രിപ്പിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് 2 ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മാറിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻഫോ എന്ന് പറഞ്ഞൊരു ടാബാണ്, അത് ഈ സെയിം തന്നെ ഡൈനാമിക് FC, സർവീസ് റിമൈൻഡർ അങ്ങനെയുള്ളത്. സോ അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഡീറ്റെയിൽസും നമുക്ക് ഈ മീറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. മൂന്നാമത്തെ ഒരു യൂസ്ഫുൾ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയുടെ സീറ്റ്സ് ആണ്. ഇത് ആക്ച്വലി ജർമ്മൻ ഡിസൈൻഡ് സീറ്റ്സ് ആണ്. നല്ല ബാക്ക് സപ്പോർട്ടും നല്ല ലോങ് ഡിസ്റ്റൻസ് ടൂറിങ് കംഫർട്ടും തരുന്ന ഒരു സീറ്റ്സ് ആണ് നമുക്കിതിൽ വരുന്നത്. പില്ലിയൻ്റെ സീറ്റ് അത്ര കംഫർട്ട് ഇല്ലെങ്കിൽ തന്നെ റൈഡർ സീറ്റ് ഭയങ്കര നല്ല കംഫർട്ട് ലോങ് ജേർണീസിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്ര ദൂരം ഓടിച്ചാലും അങ്ങനെ പെട്ടെന്ന് ടയേർഡൊന്നും ആവില്ല. ബാക്ക് പെയിൻ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ആകെ നമുക്ക് ഒരുപാട് ദൂരം വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിതംബങ്ങൾക്ക് വേദന എടുക്കും. അതൊരു നോർമൽ പ്രക്രിയയാണ്. ഏത് വണ്ടിയിൽ പോയാലും നമ്മുടെ ഒരു കപ്പാസിറ്റിയാണ്, നമ്മുടെ ഒരു മസിൽസിൻ്റെ കപ്പാസിറ്റി ആയിരിക്കും നമ്മുടെ ലോങ് ജേർണി കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്നാലും നമുക്ക് ഒരു 100-150 കിലോമീറ്ററൊക്കെ ഒട്ടും തന്നെ മടുപ്പില്ലാത്ത രീതിയിൽ നമുക്കിതിൽ ഒരു സ്ട്രെച്ചിലൊക്കെ ക്രൂയിസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ബഞ്ചി കോഡ്സ് ആണ്. ഒരു ടൂറിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് ലഗേജ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ വേണമെങ്കിൽ ക്യാരിയേഴ്സും സാഡിൽ സ്റ്റേസും ടോപ്പ് ബോക്സ് അങ്ങനത്തെ എല്ലാ സാധനം ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. എന്നാൽ പോലും വണ്ടി തന്നെ ഇത്രയും സിമ്പിളായിട്ട് ജസ്റ്റ് 4 സ്ട്രാപ്സ് അടിയിൽ നിന്ന് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ പില്ലൺ ഇല്ല എന്ന് തന്നെ വെച്ചോ, നമുക്കൊരു ബാഗ് ടൈ ചെയ്യണം. ജസ്റ്റ് ബാഗ് എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നു, നമ്മുടെ ഹുക്സ് വരുന്ന ബഞ്ചി കോഡ്സ് ഉണ്ടല്ലോ, നേരെ അത് ഇതിൻ്റെ അകത്തോടെ ഇടുന്നു,
കണക്ട് ചെയ്യുന്നു, പരിപാടി കഴിഞ്ഞു. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു ബൈക്കിലും തരുന്നുണ്ട് സ്റ്റോക്കായിട്ട്. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു ബഞ്ചി കോഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൻ്റെ സൈസ് അനുസരിച്ച് നമുക്കത് ടൈറ്റും ലൂസും ഒക്കെ ആക്കാം. സോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഡോമിനാറിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 പറഞ്ഞു. ഹെഡ്ലൈറ്റ് പറഞ്ഞു, മീറ്ററിൻ്റെ പറഞ്ഞു, സീറ്റ്സിൻ്റെ പറഞ്ഞു, ബഞ്ചി കോഡിൻ്റെ പറഞ്ഞു. ഇനി അഞ്ചാമതായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. പൊതുവേ ഞാൻ ഡോമിനാറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റ്സ് വണ്ടിക്ക് ക്വാളിറ്റി ഇല്ല, ബിൽഡ് ക്വാളിറ്റി ഇല്ലാത്ത വണ്ടി, ബജാജിൻ്റെ വണ്ടിയല്ലേ എന്നൊക്കെയുള്ള നെഗറ്റീവ് കമൻറ്റ്സ് എപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. പക്ഷേ ലോങ് ടേം എൻജിൻ പെർസ്പെക്റ്റീവിൽ നിന്നാണെങ്കിലും വണ്ടിയുടെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് അല്ലെങ്കിൽ ഒരു പാർട്സിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു തരത്തിലുള്ള ക്വാളിറ്റി ഇഷ്യൂസും തോന്നിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ഒരു ടച്ച് ആൻഡ് ഫീലിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫൈബർ പാർട്സ് ആണ്. മിറേഴ്സ് ആണെങ്കിൽ തന്നെ നല്ല സ്ട്രോങ് ആണ്. ബജാജ് അവകാശപ്പെടുന്നത് ഈ മിറേഴ്സ് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ വണ്ടി പൊക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഈ ഡോമിനാർ പൊക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള സാഹസത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാലും ഈ മിറേഴ്സ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഏകദേശം ഒരു 1500 രൂപയോളം വില വരുന്ന മിറേഴ്സാണ് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നത്. വൈബ്രേഷൻ അടിച്ചൊന്നും ഇതിൻ്റെ ആംഗിളൊന്നും മാറിപ്പോകത്തൊന്നുമില്ല. മറ്റ് കമ്പോണൻസ്, ഫൈബർ പാർട്സ് അങ്ങനത്തേലൊക്കെ പോയാൽ തന്നെ നമുക്ക് സൗണ്ട് വൈസ് ആണെങ്കിൽ തന്നെ നല്ലൊരു ഫിനിഷ് ഉണ്ട്. ആകെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഫ്ലാപ്പിൻ്റെ ഭാഗത്താണ്. ഇത് നമ്മളിപ്പോൾ വണ്ടി ചുമ്മാ സ്റ്റാർട്ട് ചെയ്തിട്ടാൽ തന്നെ ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു പോർഷൻ മാത്രമേ എനിക്ക് വണ്ടിയിലൊരു ക്വാളിറ്റി ഇച്ചിരി കുറഞ്ഞ ഒരു ഏരിയ എന്ന് മാത്രം തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്താണെങ്കിലും ഇപ്പോൾ ക്രാഷ് കാർഡ് ആണെങ്കിൽ പോലും ലാസ്റ്റ് നമ്മളൊരു ഓഫ് റോഡ് പോയപ്പോൾ ചെറുതായിട്ടൊരു ക്രാഷ് വന്നു. സോ ഈവൻ ആ ക്രാഷ് പോലും ഈ ക്രാഷ് കാർഡ് സപ്പോർട്ട് ചെയ്തു, ഒരു ഇഷ്യൂ ഉണ്ടായില്ല. അത് അത്യാവശ്യം ഒരു കയറ്റത്തിൽ നിന്ന് ഇറക്കത്തിലേക്ക് മറിയുമായിരുന്നു. സോ നല്ല ലോഡ് ഈ ക്രാഷ് കാർഡിൽ വന്നിട്ട് പോലും അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വന്നില്ല, ഒടിഞ്ഞു പോവോ ബ്രേക്ക് ആവുമോ ഒന്നും വന്നില്ല. സോ എനിക്ക് ഈ ബിൽഡ് ക്വാളിറ്റി ഒരു പോസിറ്റീവ് ഫീച്ചറായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. ഇതുവരെ റസ്റ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എവിടെയും നോട്ടീസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം മഴയത്തും വെയിലത്തൊക്കെ തന്നെയാണ് വണ്ടി യൂസ് ചെയ്യുന്നത്, പാർക്ക് ചെയ്യാറുമുണ്ട്. എന്നാൽ തന്നെ ഈ ഫൈബർ പാർട്സിലാണെങ്കിലും അങ്ങനെ നരച്ചു പോകുന്ന ഇഷ്യൂ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇനി നിങ്ങളൊരു ഡോമിനാർ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡോമിനാറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻസിൽ പറയുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.